ലേണിംഗ് ശ്വേത മിസ് ആണ്. അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാം ഇതാ ഇനി വിരലിൽ എണ്ണാവുന്ന കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് എക്സാം ആണ് വരാൻ പോകുന്നത്. അപ്പൊ മക്കൾ എല്ലാവരും എന്ത് ചെയ്യാ, പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. യെസ്, അപ്പൊ മിസ് ഒരു കാര്യം പറയട്ടെ, ഇനി നിങ്ങൾ പഠിക്കാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യുക. വളരെ ചെറിയൊരു ഫീസാണ് ഒരു കൊല്ലത്തേക്ക് വരുന്നത്. നിങ്ങൾ അപ്പൊ എന്ത് ചെയ്യുക, ഈ ഒരു ബാച്ചിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം മുതലുള്ള എല്ലാ ക്ലാസ്സും എല്ലാത്തിനും ലൈവും റെക്കോർഡഡുമായ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കിട്ടുക. യൂണിറ്റ് ടെസ്റ്റുകളും റിവിഷനും അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉള്ള നമ്മുടെ പ്രാണ ബാച്ച് ഇതാ വെറും 1999 റുപ്പീസിനാണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ബാച്ചിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് ജോയിൻ ചെയ്യാട്ടോ. നമ്മുടെ പരീക്ഷയൊക്കെ സെറ്റ് ആയിട്ട് എഴുതാം. അപ്പൊ എല്ലാവരും ബാച്ചിൽ ജോയിൻ ചെയ്യുക, മറന്നു പോരുത്. അപ്പൊ മിസ് ഇതാ ഇന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ടാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ആരും വിട്ടു പോവരുത് എന്നുള്ള ഒരു ചോദ്യമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചോദ്യം നോക്കിയാലോ അല്ലെ. 12 നാരങ്ങ 2 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഒരാൾക്ക് എത്ര നാരങ്ങ കിട്ടും? ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അതായത് 12 ലെമൺസ് ഉണ്ട് അല്ലെ. യെസ്, ഇഫ് 12 lemons are shared equally by 2 children, how many would each get എന്നാണ് ചോദിച്ചത്. 12 നാരങ്ങയാണുള്ളത്, അതിനെ 2 പേർക്ക് തുല്യമായി ഡിവൈഡ് ചെയ്താൽ, വീതിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അതെ, 12 ഡിവൈഡഡ് ബൈ 2, 12 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി, നമുക്ക് 6 കിട്ടും അല്ലെ. ഒരാൾക്ക് 6 എണ്ണമാണ് കിട്ടുക. അങ്ങനെയെങ്കിൽ മിസ് ചോദിക്കട്ടെ, ഈ 12 നാരങ്ങ 4 പേർക്ക് തുല്യമായി വീതിച്ചു. If these 12 lemons are divided among 4 people, എന്ത് ചെയ്യും? അതെ, നമ്മൾ 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലെ. 12 ഡിവൈഡഡ് ബൈ 4 ചെയ്യും. അത് എത്രയാണ്? 3 ആണ്, 3 ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു സാധനം കാണുന്നുണ്ടോ മക്കളെ? ഒരു സംഖ്യയെ നമ്മൾ 2 കൊണ്ട് നമ്മൾ ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഉത്തരമുണ്ടല്ലോ. യെസ്, 6 ആണ്. അതേ സംഖ്യയെ നമ്മൾ 4 കൊണ്ട് നമ്മൾ ഹരിച്ചപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? ആ ഉത്തരത്തിന്റെ പകുതിയിലേ. യെസ്, ഈ 6ന്റെ പകുതിയാണ് നമുക്ക് 4 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോ നമ്മൾ 2 കൊണ്ടും 4 കൊണ്ടും ഹരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക, എത്രയാണ് ഉത്തരം കിട്ടുക, എന്താണ് ആ ഉത്തരങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ അല്ലെ. അങ്ങനെയെങ്കിൽ ഇതാ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് ചെയ്യാനുണ്ട്. സിനി ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 2 കൊണ്ട് ഹരിച്ച് 100 എന്ന് എഴുതി. ഒരു സംഖ്യ ഉണ്ടല്ലേ, ആ സംഖ്യയെ എന്താ ചെയ്തത്? 4 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 2 കൊണ്ട് ഹരിച്ചപ്പോ സിനിക്ക് എത്രയാ? 100 കിട്ടിയത്. അങ്ങനെയെങ്കിൽ ആ ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം എത്രയായിരിക്കും? സിനി ഡിവൈഡഡ് എ നമ്പർ ബൈ 2 and got 100 as answer. What would be the quotient on division by 4? അതേ സംഖ്യയെ നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടേ ഉള്ളൂ അല്ലേ. അതേ ഒരു സംഖ്യയെ 4 കൊണ്ട് നമ്മൾ ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഉത്തരത്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 50 ആണ് നമുക്ക് ഉത്തരം കിട്ടുക. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആരും ഈ ഒരു ചോദ്യം വിട്ടു പോകരുത്. അപ്പൊ സെറ്റ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.